നമസ്കാരം. കഴിഞ്ഞ ദിവസം വലിയൊരു അപ്ഡേറ്റ് വന്നു. ഈ ഹോർമൂസ് കടലിടുക്ക് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ നടക്കുന്ന സംഘർഷങ്ങൾ അതുമായി ബന്ധപ്പെട്ട രാജ്യങ്ങളെ മാത്രമല്ല, ലോകമെമ്പാടും വലിയ ഇന്ധന പ്രതിസന്ധിയും അസ്വസ്ഥതകളും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ ഇന്ത്യ അവിടെ കൃത്യമായൊരു നിലപാടെടുക്കുന്നു. ഇനി തൽക്കാലത്തേക്ക് ഒരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഹോർമൂസ് വഴി ഒരു ഇന്ത്യൻ കപ്പലും തൽക്കാലം പോകേണ്ടതില്ല. അതുമാത്രമല്ല, അതിലൂടെ പോകുന്ന കപ്പൽ കമ്പനികൾ ഒരു കാരണവശാലും ഇന്ത്യക്കാരായ ജീവനക്കാരെ നിയമിക്കാനും പാടില്ല. അപ്പോൾ ഈ രീതിയിൽ കർശന നിലപാടെടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു സംശയം തോന്നും, ഈ ഹോർമൂസ് വേണ്ടെന്ന് വെച്ചാൽ പിന്നെ എന്താണ് മാർഗം? കാരണം അങ്ങനെ ചോദിക്കാൻ കാരണമുണ്ട്. ഈ ഹോർമൂസ് എന്ന് പറയുന്നത് അത്ര തന്ത്രപ്രധാനമായ ഒരു സംഗതി ആയതുകൊണ്ടാണ്. കാരണം ലോകത്തെ ഇന്ധന ഇടപാടുകളിൽ, കയറ്റ് ഇറക്കുമതികളിൽ ഏതാണ്ട് 20% കടന്നു പോകുന്ന പ്രധാനമായ ഒരു കപ്പൽ പാതയാണ് ഈ ഹോർമൂസ് കടലിടുക്ക്. അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്തിരുന്ന ക്രൂഡ് ഓയിലിൻ്റെ ഏതാണ്ട് 49% വന്നുകൊണ്ടിരുന്നത് ഈ ഹോർമൂസ് കടലിടുക്ക് വഴിയായിരുന്നു. അപ്പോൾ അവിടെ ഒരു സംഘർഷം ഉണ്ടായപ്പോൾ ഇന്ത്യയെപ്പോലൊരു രാജ്യത്ത്, പ്രത്യേകിച്ച് ആവശ്യമുള്ള ക്രൂഡ് ഓയിലിൻ്റെ 90% ഇറക്കുമതി ചെയ്യുന്ന രാജ്യത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാകേണ്ടതാണ്. പക്ഷേ നമ്മുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ സമീപകാലത്ത് അങ്ങനെ വലിയൊരു ഇന്ധന പ്രതിസന്ധിയിലേക്ക് രാജ്യം പോയില്ല. അതിനെ നമ്മൾ വളരെ ബുദ്ധിപരമായി അതിജീവിച്ചു. അല്ലെങ്കിൽ നമ്മുടെ അയൽ രാജ്യങ്ങളിലെല്ലാം തന്നെ ഇന്ധന റേഷനിങ് അടക്കം നടപ്പിലാക്കിയപ്പോൾ നമ്മുടെ രാജ്യത്ത് അതിഭീകരമായൊരു വിലക്കയറ്റത്തിലേക്കോ ഇന്ധന ദൗർലഭ്യത്തിലേക്കോ പോയില്ല എന്നുള്ളത് നമ്മുടെ തന്ത്രപ്രധാനമായ പ്ലാനിങ്ങിൻ്റെയും നടപടിക്രമങ്ങളുടെയും ഒരു ഫലം എന്ന് വേണമെങ്കിൽ നമ്മൾ ചിത്രീകരിക്കാം. അപ്പോൾ ഇനി പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വരാം. ഹോർമൂസ് കടലിടുക്ക് താൽക്കാലികമായി നമ്മൾ വേണ്ടെന്ന് വെക്കുന്നു എങ്കിൽ അതിന് ബദൽ സാധ്യത എന്ത്? അതിൽ നമുക്ക് ഇന്ധനം കിട്ടാതെ നിർവാഹമില്ലല്ലോ. കാരണം 90% ഇന്ധനം നമുക്ക് കൊണ്ടുവന്നേ മതിയാകും. ഒരു പരിധി വരെ ആവശ്യമുള്ളതിൻ്റെ പകുതിയോളം നമ്മൾ റഷ്യയിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. ബാക്കി പകുതിക്ക് എന്ത് ചെയ്യും? അപ്പോൾ അതിനുള്ളൊരു മാർഗം ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസമല്ല, 2-3 മാസങ്ങൾക്ക് മുൻപ് ഒരു സംഭവം ഉണ്ടായി. ഈ സംഘർഷമൊക്കെ നടന്നിരുന്ന സമയത്ത് നമ്മുടെ UAE ഭരണാധികാരി അപ്രതീക്ഷിതമായിട്ട് ഇന്ത്യയിൽ വന്ന് ലാൻഡ് ചെയ്തു. ഒരു വിമാനത്താവളത്തിൽ വന്ന് ഇറങ്ങിയിട്ട് മണിക്കൂറുകൾ മാത്രം ചിലവഴിച്ച് മടങ്ങിപ്പോയി. ഇതേപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി മറ്റ് വിദേശ പര്യടനത്തിൽ പോകുന്ന വഴിയിൽ UAE അവിടെയും കുറച്ച് മണിക്കൂറുകൾ മാത്രം ചിലവഴിച്ചു. പക്ഷേ ഈ മണിക്കൂറുകൾ കൊണ്ട് ലോകം ഞെട്ടുന്ന കുറേ കാര്യങ്ങൾ നടന്നു. അതാണ് പിന്നീട് നമ്മൾ അറിഞ്ഞത്. കാരണം ഈ UAE എന്ന് പറയുന്ന രാജ്യം ഒപെക് എന്ന് പറയുന്ന എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് പതുക്കെ അങ്ങ് പിൻവാങ്ങി. എന്നിട്ട് ഇന്ത്യയുമായിട്ട് ഒന്ന് കൈകൊടുത്തു. കൈകൊടുക്കൽ മാത്രമല്ല, അങ്ങ് കെട്ടിപ്പിടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം UAE അവരുൽപ്പാദിപ്പിക്കുന്ന ക്രൂഡ് ഓയിലിൻ്റെ ഏതാണ്ട് പ്രതിദിനം 35 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് UAE പ്രതിദിനം നിർമ്മിക്കുന്നതെങ്കിൽ, അതായത് ഒപെക് അങ്ങനെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. അവരത് 50 ലക്ഷത്തിലേക്ക് വർദ്ധിപ്പിക്കാൻ പോകുന്നു. ആരെ കണ്ടിട്ട്? ഇന്ത്യയെ കണ്ടിട്ട്. അപ്പോൾ അതിന് ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഇപ്പോൾ ഈ ഹോർമൂസ് വഴി ഇന്ധനം കൊണ്ടുവരുന്നതിനാണല്ലോ പ്രശ്നം. എന്നാൽ അത് വേണ്ട. UAE പറയുന്നു, ഹോർമൂസിന് സമാന്തരമായി അവരൊരു പൈപ്പ് ലൈൻ സ്ഥാപിച്ചിട്ടുണ്ട്. ആ പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് UAE അഡ്നോക് എന്ന് പറയുന്ന അവരുടെ പൊതുമേഖലാ എണ്ണ കമ്പനിയുടെ കീഴിലുള്ള പൈപ്പ് ലൈനാണ്. അത് പറഞ്ഞു വരുമ്പോൾ അവരുടെ അഡ്നോക്കിൻ്റെ എണ്ണപ്പാടത്ത് നിന്ന് ഫുജൈറ എന്ന് പറയുന്ന തുറമുഖം അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലവും കൂടി നോക്കണം. അത് ഈ ഒമാൻ കടൽ മേഖലയുടെ അല്ലെങ്കിൽ ഒമാൻ്റെ കടലിൽ മേഖലയിലാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ ഈ ഹോർമൂസിനെ കുറിച്ച് ഒരു മാപ്പ് നോക്കുന്ന നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. ഈ ഹോർമൂസ് കടലിടുക്ക് എന്ന് പറയുന്നത് 2 കടൽ മേഖലകളെ ബന്ധിപ്പിക്കുന്ന ഒരു ഇടനാഴിയാണ്. അത് പേർഷ്യൻ ഗൾഫും ഒമാനും. അപ്പോൾ നമുക്കിനി പേർഷ്യൻ ഗൾഫ് ആ ഭാഗത്തേക്ക് പോകണ്ട, പകരം ഒമാൻ വരെ ചെന്നാൽ മതി. അവിടെ ചെന്നിട്ട് ഈ പൈപ്പ് ലൈൻ വഴി, ഫുജൈറയിലെ ആ പൈപ്പ് ലൈൻ സംവിധാനം വഴി നമ്മൾ ക്രൂഡ് ഓയിൽ ശേഖരിക്കുക എന്നുള്ളൊരു നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഏതാണ്ട് 360 മുതൽ 406 കിലോമീറ്റർ വരെ ദൈർഘ്യമുള്ളതാണ് ഈ പൈപ്പ് ലൈൻ. അതിൽ 14 കിലോമീറ്ററോളം കടലിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഹബുഷാൻ എന്ന് പറയുന്ന എണ്ണപ്പാടത്ത് നിന്നാണ് ഇത് തുടങ്ങുന്നത്. എന്നിട്ട് ഫുജൈറയിൽ അവസാനിക്കുന്നു. ഈ പൈപ്പ് ലൈന് 48 ഇഞ്ച് വ്യാസമുള്ള പൈപ്പ് ലൈനാണ്.
ഇപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ മനസ്സിലാക്കാനുള്ള എളുപ്പത്തിൽ പറയുകയാണ്, നമ്മുടെയൊക്കെ ഈ ബാത്റൂമുകളിൽ ഉപയോഗിക്കുന്നതാണല്ലോ നമ്മൾ കണ്ട് ശീലിച്ച ഏറ്റവും വലിയ പൈപ്പ്. അതിൻ്റെ വ്യാസം എന്ന് പറയുന്നത് 4 ഇഞ്ചാണ്. അപ്പോൾ ഇത് 48 ഇഞ്ചെന്ന് പറയുമ്പോൾ എത്രമാത്രം വലിപ്പമുള്ള പൈപ്പാണെന്ന് ഓർക്കണം. അപ്പോൾ ഇതിലൂടെ പ്രതിദിനം 15 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ കൈകാര്യം ചെയ്യാൻ ഈ പൈപ്പ് ലൈനിന് സാധിക്കും. അതിൽ വലിയൊരു പങ്ക് ഇന്ത്യക്കാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 22ഓളം എണ്ണ ടാങ്കറുകളാണ് അവിടെ ഇന്ത്യൻ പതാകകളുമേന്തി തമ്പടിച്ച് നിന്ന് ക്രൂഡ് ഓയിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇന്ത്യക്ക് ആവശ്യമുള്ള ക്രൂഡ് ഓയിലിൻ്റെ പകുതിയോളം റഷ്യയിൽ നിന്നാണ് നമ്മളിപ്പോൾ കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞാൽ 2ാം സ്ഥാനം ഈ പ്രതിസന്ധിയൊക്കെ ഉള്ളപ്പോൾ UAE-യിൽ നിന്നാണ് കൊണ്ടുവരുന്നതെന്നുള്ള കൗതുകകരമായ സംഗതിയും കൂടിയുണ്ട്. UAE-യിൽ നിന്ന് ഏതാണ്ട് 9.5 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ, പരമാവധി 5.5 ലക്ഷം മുതൽ 9.5 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് പ്രതിദിനം UAE-യിൽ നിന്ന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ ഭാവിയിൽ ഒരു വലിയ പ്രതിസന്ധി മുന്നിൽ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ട്രാറ്റജിക് റിസർവ്, യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ തന്ത്രപ്രധാനമായി സൂക്ഷിക്കേണ്ട കരുതൽ ശേഖരത്തെയാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ UAE-യിൽ നടക്കം ശേഖരിക്കുന്ന ക്രൂഡ് ഓയിലിൻ്റെ വലിയൊരു ഭാഗം നമ്മുടെ തന്ത്രപ്രധാന ശേഖരത്തിലേക്ക് മാറ്റുന്നു. അതോടൊപ്പം നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നു. ഇതുകൂടാതെ ഈ ഫുജേറയിൽ തന്നെ ഭൂഗർഭ അറകളിൽ ഇന്ത്യക്ക് വേണ്ടി ക്രൂഡ് ഓയിൽ സംഭരിച്ച് വെക്കാനായിട്ട് ഇന്ത്യ പദ്ധതി ഇടുന്നുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മുടെ വിശാഖപട്ടണം പോലെയുള്ള നമ്മുടെ ഇന്ത്യൻ തീരമേഖലകളിൽ വലിയ സംഭരണശാലകൾ ഇന്ത്യ തുറന്നിട്ടുണ്ട്. അത് ഈ UAE-യുടെ അഡ്നോക്ക് എന്ന് പറയുന്ന അവരുടെ പൊതുമേഖല എണ്ണ കമ്പനിയുമായിട്ട് സഹകരിച്ച് അവർക്ക് ലീസിന് കൊടുത്ത്, അതായത് UAE-യുടെ എണ്ണ ഇവിടെ കൊണ്ടുവന്ന് സംഭരിച്ചു വെക്കുന്നു. എന്നിട്ട് ഇവരുടെ സംഭരണ കേന്ദ്രത്തിൽ നിന്ന് ഇന്ത്യയുടെ ആവശ്യമുള്ളത്ര ക്രൂഡ് ഓയിൽ വാങ്ങുന്നു. ഈ രീതിയിലും സംഭരണം നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു രാജ്യത്തിന് ചെയ്യാവുന്ന പരമാവധി, എനിക്ക് തോന്നുന്നു ലോകശക്തിയിൽ മുൻപന്തിയിലുള്ള അമേരിക്കയ്ക്ക് പോലും ചെയ്യാൻ പറ്റാത്ത സംഗതിയാണ് ഈ കാര്യത്തിൽ ഇന്ത്യ സാധ്യമാക്കിയത് എന്നതുകൂടി ഓർക്കണം. അപ്പോൾ UAE മാത്രമല്ല, ഇനി സൗദി അറേബ്യ കൂടി കടന്നു വരികയാണ്. സൗദി അറേബ്യയുടെ ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ് ലൈൻ, നമ്മളൊരു ഭൂപടം പരിശോധിക്കുമ്പോൾ ഈ ഹോർമൂസിൻ്റെ ഭൂപടം തന്നെ എടുക്കാം. ഈ ഹോർമൂസ് കടലിടുക്കിൻ്റെ ഒരു ഭാഗത്ത് ഇറാനാണെങ്കിൽ അതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് നിരവധി രാജ്യങ്ങളുണ്ട്. അതിൽ ഒമാനുണ്ട്, UAE ഉണ്ട്, ഖത്തറുണ്ട്, അതേപോലെ സൗദി അറേബ്യ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം അവർക്ക് എളുപ്പം ആക്സസ് ഉള്ളത് തീർച്ചയായിട്ടും ഹോർമൂസ് ആണ്. പക്ഷേ ഈ ഹോർമൂസ് എന്ന് പറയുന്നത് നിരന്തരമായ സംഘർഷവേദിയായിരിക്കുന്നത് കൊണ്ട് ഈ സൗദി അറേബ്യ അതിൻ്റെ മറുപുറം തേടിയിരുന്നു. കാരണം സൗദി അറേബ്യയുടെ ഒരു വശത്ത് നിന്ന്, കൃത്യം പറഞ്ഞാൽ കിഴക്ക് ഭാഗത്തുള്ള ഖേഴ്സൺ ഗൾഫ് തീരത്ത് നിന്ന് അറബ് അബ്ഖൈവ് എന്ന് പറയുന്ന എണ്ണപ്പാടവുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ അബ്ഖൈവ് എന്ന് പറയുന്ന എണ്ണപ്പാടം നേരെ പടിഞ്ഞാറ് വശത്തുള്ളതാണ്. അപ്പോൾ ഇത് ഈ ചെങ്കടലിൽ യാൻബു എന്ന് പറയുന്ന ഒരു തുറമുഖത്തേക്കാണ് ഈ പൈപ്പ് ലൈൻ ബന്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ യാൻബു ഉള്ളത് പടിഞ്ഞാറ് വശവും ഇവരുടെ എണ്ണപ്പാടമുള്ളത് കിഴക്ക് വശവും. അപ്പോൾ രാജ്യത്തിൻ്റെ 2 ദിക്കുകളിലാണ് ഈ 2 സംഗതികൾ. അപ്പോൾ കിഴക്ക് നിന്ന് പടിഞ്ഞാറേ അറ്റത്തേക്ക് ഒരു പൈപ്പ് ലൈൻ സൗദി അറേബ്യ സ്ഥാപിച്ചിട്ടുണ്ട്. അത് 1200 കിലോമീറ്റർ ദൈർഘ്യമുള്ള പൈപ്പ് ലൈനാണ്. ഈ പൈപ്പ് ലൈനിന് 70 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ശേഷിയുണ്ട്. അപ്പോൾ ഇവിടെ നിന്നും ഇന്ത്യ ക്രൂഡ് ഓയിൽ കൊണ്ടുവരുന്നുണ്ട്. പരമാവധി ഏതാണ്ട് 7 ലക്ഷം മുതൽ 6.5 ലക്ഷം മുതൽ 7.5 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് ഈ സൗദിയിൽ നിന്ന് കൊണ്ടുവരുന്നത്. അവരുടെ ഈ യുദ്ധസമാനമായ സാഹചര്യം കണ്ട് സൗദിയിലെ പൊതുമേഖലാ എണ്ണ കമ്പനിയായ അരാംകോ അവരുടെ ശേഷിയുടെ 100% എടുത്താണിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരമാവധി എണ്ണ മറ്റ് രാജ്യങ്ങളിലേക്ക് എത്തിക്കുക എന്ന ദൗത്യം അവർ ഏറ്റെടുത്ത് നടപ്പാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയും നമ്മുടെ അരാംകോവുമായിട്ട് നമ്മുടെ ഇന്ത്യ കരാർ ഏർപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ അരാംകോയുടെ വലിയ രീതിയിലുള്ള എണ്ണ സൂക്ഷിക്കുന്നുണ്ട്, സംഭരണശാലകളിൽ സൂക്ഷിക്കുന്നുണ്ട്. ഇതും കൊണ്ടും തീരുന്നില്ല. ഈ പറയുന്ന സൗദിയിൽ നിന്ന് നമുക്ക് ഒന്നുകിൽ അവിടെ നിന്ന് നേരിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പ്രവേശിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്യൂസ് കനാൽ വഴിയായിരിക്കും വരേണ്ടത്. പക്ഷേ അതുകൊണ്ടുള്ളൊരു കുഴപ്പം, ഈ ചെങ്കടൽ എന്ന് പറയുന്നതും ഇത്തിരി പ്രശ്നമാണ്. നമ്മുടെ ഈ ഹൂത്തികൾ എന്ന് പറയുന്ന വിഭാഗം അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇൻഷുറൻസ് തുക, ഇതുമായി ബന്ധപ്പെട്ട് നഷ്ടമുണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഇൻഷുറൻസ് തുക അവിടെ വളരെ കൂടുതലാണ് എണ്ണ ടാങ്കറുകൾക്ക്. ഇതുകൂടാതെ ഈ നമ്മുടെ ഹോർമൂസ് വഴി വരുന്നതിനേക്കാൾ യാത്രാ സമയവും ദൈർഘ്യവും കൂടുതലുള്ളതുകൊണ്ട്
ഈ എന്താ പറയുക കടത്തുകൂലിയും വലിയ കൂടുതലാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ ഈ സൗദിയിൽ നിന്ന് എണ്ണ കൊണ്ടുവരുന്നത് ഇത്തിരി ചിലവേറിയതാണ്. എന്നിരുന്നാലും ഈ നിർണായക സാഹചര്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് അതൊരു വലിയൊരു മുന്നേറ്റമായിട്ട് തന്നെ കണക്കാക്കാം. ഇതും കൊണ്ടും തീരുന്നില്ല. ഇറാനിൽ തന്നെയുള്ള ചബഹർ എന്ന് പറയുന്ന തുറമുഖം, നമ്മുടെ കൃത്യമായി പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനുമായിട്ട് തൊട്ടടുത്ത് കിലോമീറ്ററുകൾ മാത്രമുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഈ യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങളോ ഗതികളോ ഇല്ല. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ചബഹർ തുറമുഖത്ത് നമുക്ക് ഇന്ധനം സംഭരിക്കാനോ അവിടെ നിന്ന് ശേഖരിക്കാനോ തൽക്കാലം അവിടെ സംവിധാനങ്ങളില്ല. പക്ഷേ അതുവഴി മധ്യേഷ്യയിലേക്കുള്ള ചരക്ക് കടത്ത് സുഗമമായി നടത്താനായിട്ട് ഇന്ത്യക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ട് എന്നുള്ളതുകൂടി മനസ്സിലാക്കണം. അവിടെ ഒരു റെയിൽവേ ശൃംഖല, ഇന്ത്യ അവിടെ പണം മുടക്കാൻ തയ്യാറായിരുന്നു, പക്ഷേ ഇറാൻ തന്നെയാണ് ആ റെയിൽവേ ശൃംഖല സ്ഥാപിച്ചിരിക്കുന്നത്. അതിലൂടെ മധ്യേഷ്യയിലേക്കുള്ള ചരക്ക് കടത്ത് ഇന്ത്യക്ക് സുഗമമായി നടത്താൻ പറ്റുന്നുണ്ട്. ഇതുകൂടാതെ നിർണായകമായൊരു വഴിത്തിരിവുണ്ടായത് നമ്മുടെ മലാക്ക കടലിടുക്കിലാണ്. അവിടെ ഇന്തോനേഷ്യയുമായിട്ട് ഒരു സഹകരണമുണ്ടായി. ചൈനയുടെ ചരക്ക് കടത്തും എണ്ണക്കടത്തുമാണ് അവിടെ മലാക്ക കടലിടുക്കിൽ സജീവമായി നടക്കുന്നത്. അവിടെ പോലും ഇന്ത്യ സുരക്ഷിതമായി എന്താ പറയുക ഇന്ത്യയുടെ സാന്നിധ്യം ഉറപ്പിക്കുന്നു. ഇതുകൂടാതെ ഇക്കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഒമാൻ്റെ തീരത്ത് നിന്ന് ഫുജൈറയിൽ നിന്ന് എണ്ണ ശേഖരിക്കുന്നു, സൗദി അറേബ്യയിൽ നിന്ന് എണ്ണ ശേഖരിക്കുന്നു, പിന്നെ മലാക്കയിലും ഇവിടെയെല്ലാം തന്നെ ഇന്ത്യൻ നേവി നിലയുറപ്പിക്കുന്നുണ്ട്. ഏതെങ്കിലും ടാങ്കറുകൾക്ക് അകമ്പടി പോകണമെങ്കിൽ അതുവരെ ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മുടെ നിരീക്ഷണ വിമാനങ്ങൾ P-8I പോലെയുള്ള നിരീക്ഷണ വിമാനങ്ങളും ഡ്രോണുകളും 24 മണിക്കൂറും ആകാശത്ത് കണ്ണും തുറന്ന് ഇരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ സുരക്ഷ ഒരുക്കുന്നുണ്ട്. ഇനി എന്തുകൊണ്ട് ഇത്തരത്തിൽ കർശനമായ നടപടികളിലേക്ക് പോകുന്നു എന്ന് പറയാൻ കാരണം, ലോകത്തെ ഏറ്റവും കൂടുതൽ ഈ നാവികരെ വിവിധ കപ്പൽ കമ്പനികളിലേക്ക് നാവികരെ സംഭാവന ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഈ ഹോർമൂസിൽ ഇത്ര വലിയ ഒരു സംഘർഷമുണ്ടായപ്പോൾ നിരവധിയായ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. ഏതാണ്ട് 16ഓളം ഇന്ത്യക്കാരാണ് ഈ വിവിധ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. 3 പേരെ ഇനിയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത് നിരന്തരമായൊരു പ്രശ്നം ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ ഇനി ഇറാനോ അല്ലെങ്കിൽ അമേരിക്കയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യം ഇവരെ തടങ്കലിൽ വെക്കുകയാണെങ്കിൽ നയതന്ത്രപരമായി ഇടപെട്ട് അവരെ മോചനം സാധ്യമാക്കാൻ ഇന്ത്യക്ക് സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഈ രീതിയിൽ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു വലിയ പരിമിതിയുണ്ട്. അങ്ങനെ ഇനിയും ഒരു ഇന്ത്യക്കാരൻ്റെ ജീവൻ ഹോർമൂസിൽ നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലും അതോടൊപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്ധന സുരക്ഷിതത്വം ഉറപ്പാക്കണം എന്നുള്ള നിലപാടിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇത്തരം ബദൽ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം ഒരു പരിപാടി നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ട് എന്ത് അനുകൂലമായ പ്രതിഫലനമാണ് നമ്മുടെ രാജ്യത്തുണ്ടായത് എന്നുള്ളത് വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നൽകാൻ സാധിക്കും.